പ്രകൃതി തന്നെ ഭൂമിക്കൊരു പുതയിടിലുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ പുത എന്ന് പറയുന്നത്. പ്രകൃതി ഒരുക്കിയിരിക്കുന്ന പുത, അതാണ് യഥാർത്ഥ പുത. അപ്പൊ കൃഷിയിടത്തിൽ ആ പുത കൊണ്ട് കൃഷി നടക്കില്ല. അങ്ങനെ വരുമ്പോൾ കൃത്രിമമായ പുക എന്ന് പറഞ്ഞാൽ പുത കൃഷിക്കാരൻ കൊടുക്കുന്ന പുതയിലേക്ക് നമ്മൾ പോകാം. പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമായി കൃഷിക്കാരൻ കൊടുക്കുന്ന പുത ഭൂമിക്ക് ആവശ്യമായി വരുന്നു. അപ്പോഴാണ് പുത കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൃഷിയിടത്തെ പുതപ്പിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പുതപ്പിക്കുവാൻ പല മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല മാധ്യമം എന്ന് പറയുന്നത് കരികില, ചപ്പ് ചവറുകൾ, ഓലമടൽ, ചൂട്ട്, ഇങ്ങനെയുള്ള ഉണങ്ങിയ ചവറ് അല്ലെങ്കിൽ ഉണങ്ങിയ ചപ്പ് ചവറുകൾ ആണ് പുതയായി കൂടുതൽ ഉപയോഗിക്കുന്നത്, ഏറ്റവും ഫലപ്രദം. അങ്ങനെയുള്ള പുത വ്യത്യസ്തമായ മരങ്ങളുടെ എന്ന് പറഞ്ഞാൽ ജൈവ വൈവിധ്യം ആയിരിക്കണം പുതയ്ക്ക് പോകുന്നത്. ഒരേ പുത തന്നെ ഉദ്ദേശിക്കുന്ന ഫലം ആ പുത കൊണ്ട് ലഭിക്കുന്നില്ല. ആ പുത അഴുകി ചേർന്ന് ക്ലേദമായി എക്കലായി അത് മണ്ണിനെ പുഷ്ടിപ്പെടുത്തണം. അപ്പം വൈവിധ്യമാർന്ന മൂലകങ്ങൾ ആ മണ്ണിൽ ലഭിക്കണമെങ്കിൽ വൈവിധ്യമാർന്ന പുത നമ്മൾ കൊടുക്കണം. ഒറ്റവിള കൃഷിയെ പലേക്കർ നിരാകരിക്കുന്നു. സൃഷ്ടിയിൽ പ്രകൃതി ഊന്നൽ നൽകുന്നത് വൈവിധ്യത്തിനാണ്. ഒരു മനുഷ്യനെ പോലെയല്ല മറ്റൊരാൾ, ഒരു മരം പോലെയല്ല മറ്റൊരു മരം. പക്ഷേ എല്ലാം ഇവിടെ പുലരുന്നു, എല്ലാവരെയും പ്രകൃതി പോറ്റുന്നു. പലേക്കറുടെ കൃഷിയിടത്തിൽ വിവിധ വിളകൾ ഒന്നിച്ചു വളരുന്നു, സാഹോദര്യത്തോടെ പരസ്പരം ആശ്രയിച്ച്. ഇതൊക്കെ സാധ്യമോ? കൃഷി ഇത്ര ലളിതമോ? മഹാരാഷ്ട്രയിൽ പലേക്കർ തുടക്കമിട്ട വിപ്ലവം കർണാടകവും തമിഴ്നാടും കടന്ന് കേരളത്തിലും എത്തിക്കഴിഞ്ഞു. ഒരു പിടി കർഷകർ ചെലവില്ലാ കൃഷിയിൽ തങ്ങളുടെ ഭാവി ഉറപ്പിച്ചു കഴിഞ്ഞു. ഇത് തികച്ചും സാധ്യമെന്നത്രേ അവരുടെ പക്ഷം. ആദ്യം കൃഷി ചെയ്തത് 40 സെന്റിലാണ്. ഈ 40 സെന്റിൽ കൃഷി ചെയ്തപ്പോൾ അവിടെ പലേക്കറുടെ വായിൽ നിന്നും കേട്ട ആ കാര്യങ്ങൾ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടു. ആ വർഷം തന്നെ 2010 മാർച്ച് 30 ഇതിൻ്റെ ഒരു കൊയ്ത്തുത്സവം വയ്ക്കുവാൻ എനിക്ക് സാധ്യതയുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കുറേ ആളുകൾ ഈ കൃഷിയിലേക്ക് വന്നു. ഇതിനെപ്പറ്റി പഠിച്ച ആളുകളുണ്ടായിരുന്നു. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ കുറിച്ച് ചേർത്തുകൊണ്ട് ഇതിൻ്റെ ഒരു വിളവ് എടുപ്പ് ഉത്സവം നടത്തി. ആ വിളവ് സാമാന്യേന മറ്റ് രാസകൃഷി ചെയ്യുന്ന പോലെ തന്നെയുള്ള വിളവ് ലഭിച്ചു എന്നത് എന്നെ അതിനകത്ത് പിടിച്ചു നിൽക്കുവാൻ അല്ലെങ്കിൽ വീണ്ടും അത് ചെയ്യുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചു. എക്കാലവും രാസവള കീടനാശിനി കമ്പനികളുടെ ദല്ലാൾമാരായിരുന്ന രാഷ്ട്രീയ ഉദ്യോഗ മേലാൾമാർ ഇപ്പോഴും ഈ കൃഷിരീതിക്ക് നേരെ കണ്ണു തുറന്നിട്ടില്ല. പക്ഷേ ആത്മാർത്ഥതയുള്ള അപൂർവം ചിലർ പറയുന്നു, ഇതാണ് ഇനിയുള്ള മാർഗം, അല്ലെങ്കിൽ ഇതേ ഉള്ളു മാർഗം. ജൈവ കൃഷി രീതിയിലേക്ക് നമ്മൾ മടങ്ങേണ്ടത് ഒരു അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ആവശ്യത്തിനധിഷ്ഠിതമല്ലാത്ത ഈ കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും പ്രയോഗം നിമിത്തം നമ്മുടെ അന്തരീക്ഷമാകെ മലിനീകരമായിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ എല്ലാവരും പഴയ കൃഷി രീതിയിലേക്ക് അല്ലെങ്കിൽ തന്നെ ഈ കീടനാശിനികളും രാസവളങ്ങളും കുറച്ചുള്ള ഒരു കൃഷി രീതിയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ജൈവ കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഷമില്ലാത്ത മണ്ണ്, വിഷമില്ലാത്ത പരിസരം, വിഷമേശാത്ത ആഹാരം, വിഷമുക്തമായ ലോകം. സുഭാഷ് പലേക്കർ ചെലവില്ലാത്ത പ്രകൃതി കൃഷിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇതത്രേ. നല്ലൊരു ഡോക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, നാം കൃഷി ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയായിരിക്കണം. അപ്പം ആരോഗ്യമുള്ള ഒരു കൃഷി രീതി, ആരോഗ്യമുള്ള മണ്ണിൽ കൃഷി ചെയ്താൽ മാത്രമേ ഒരു രാജ്യത്തിലെ ജനങ്ങൾ ആരോഗ്യവാന്മാരായി അവരുടെ ജീവിതകാലം നയിക്കാൻ സാധിക്കൂ. പ്രകൃതി കൃഷി കേവലം ഒരു കൃഷി രീതിയല്ല, സമഗ്രമായൊരു ജീവിത പദ്ധതിയാണത്. അതിനൊരു രാഷ്ട്രീയമുണ്ട്. ചൂഷണം ചെയ്യാതെ, ചൂഷണത്തിന് അടിമയാകാതെ സ്വന്തം കാലിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക എന്ന രാഷ്ട്രീയം. സ്വാശ്രയനായ വ്യക്തി, സ്വാശ്രയ കുടുംബം, സ്വാശ്രയ ഗ്രാമം, അങ്ങനെ സ്വാശ്രയ രാഷ്ട്രം എന്ന മഹത്തായ രാഷ്ട്രീയം. അതെ, ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ്. അതിനൊരു തത്വശാസ്ത്രമുണ്ട്. മണ്ണിലും മരത്തിലും മൃഗത്തിലും മാനത്തും പിന്നെ മനുഷ്യരിലും ജീവൻ ദർശിക്കുന്ന തത്വശാസ്ത്രം. പ്രകൃതി കൃഷിക്കൊരു നീതിശാസ്ത്രമുണ്ട്. ലാഭത്തിന്റെ നോട്ടുകെട്ടുകളല്ല, പവിത്രയായ പ്രകൃതിയുടെ പാവനതയാണ് പ്രധാനം എന്ന നീതിശാസ്ത്രം. അതിൽ സാമ്പത്തിക ശാസ്ത്രമുണ്ട്, മാനവികതയിൽ ഊന്നിയ സാമ്പത്തിക ശാസ്ത്രം. അതിൽ സാമൂഹിക ശാസ്ത്രമുണ്ട്, സാഹോദര്യത്തിന്റെ ശാസ്ത്രം. അതിൽ ദൈവശാസ്ത്രവുമുണ്ട്, പ്രകൃതി തന്നെ ദൈവം എന്ന ദൈവശാസ്ത്രം. ഇതൊരു തിരിച്ചുപോക്കല്ല, തിരിച്ചറിവാണ്. അന്നപൂർണയായ അമ്മയായ പ്രകൃതിയെ തിരിച്ചറിയൽ. ആ തിരിച്ചറിവിലേക്ക്, വളർച്ചയിലേക്ക്, ഉണർച്ചയിലേക്ക്, ഉണ്മയിലേക്ക് ഉയരുക. മറ്റു മാർഗമില്ലെന്ന് അറിയുക.